പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മറ്റ് കാര്യങ്ങളുമായിട്ട് വരുന്നത് ഇത് പൂർണ്ണമായി സന്ധിയിലാണ് സംഘപരിവാറുമായി. ആശാ വർക്കർമാരുടെ സമരത്തിൽ എളമരങ്കരി ദേശാഭിമാനിൽ എഴുതിയിരിക്കുന്നത് അരാഷ്ട്രീയവാദികളുടെ കൂട്ടായ്മ നടത്തുന്ന സമരമാണ്, അതായത് കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് നടത്തുന്ന ഒരു സമരമാണെന്നാണ്. ആ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് വീണ്ടും. അല്ല, ഇതേ കാരണം പറഞ്ഞുകൊണ്ട് എളമരങ്കരിവിന്റെയൊക്കെ നേതൃത്വത്തിൽ CIT-കാർ സമരം ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു അരാഷ്ട്രീയമല്ല, രാഷ്ട്രീയക്കാരായ ഞങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന സമരമാണ്. ഒരു സംഘടനയാണ് നടത്തുന്നത്. ആ സംഘടന നടത്തുന്ന അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ ആശാവർക്കർമാരാണ്. ഈ കഴിഞ്ഞ ദിവസം വന്നത് വലിയ ആൾക്കൂട്ടം ഉണ്ടായതും ആശാവർക്കർമാരാണ്. എല്ലാ ജില്ലകളിൽ ചെല്ലുമ്പോൾ, ഞങ്ങളുടെ അടക്കം നിയോജക മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള ആശാവർക്കർമാർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവരുടെ വിഷയം. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിൽ എവിടെ ചെന്നാലും ഏത് പരിപാടിക്ക് ചെന്നാലും ആശാവർക്കർമാർ കൂട്ടം കൂടി നിന്ന് അവർ പരാതി പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയാം. ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വേറെ ജോലി ചെയ്യാൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് 7000 രൂപ ഓണറേറിയം കൊടുത്ത് തുടങ്ങിയ ആ ജോലി 12ഉം 14ഉം മണിക്കൂർ ജോലി ചെയ്താലും തീരാത്ത ജോലിയായി മാറിയിരിക്കുകയാണ്. അമിതമായ ജോലി ഭാരമാണ് അവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഓണറേറിയം വർദ്ധിപ്പിക്കില്ല, നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചു 13,000 രൂപ കൊടുക്കുന്നുണ്ടെന്ന്. 13,000 രൂപ കൊടുക്കുന്നില്ല, ആകെ 8,000 9,000 രൂപ വരെ കിട്ടാം. പക്ഷേ ഇവരുടെ കയ്യിൽ കിട്ടുന്നത് 7,000 രൂപ മാത്രമാണ്. 3 മാസം ഓണറേറിയം അവർക്ക് കൊടുക്കാനുണ്ട്. ഓർഡർ ഇറക്കി എന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല ഇതുവരെ പൈസ. അപ്പൊ അവരുടെ ഇത് വർദ്ധിപ്പിക്കില്ല. എന്നിട്ട് എന്താ കാണിച്ചത് ഈ ഗവൺമെന്റ്? അത് വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമല്ല, അവരെ 2 മന്ത്രിമാർ അപമാനിക്കുകയും ചെയ്തു. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അവരെ അപമാനിക്കുക കൂടി ചെയ്തു. എന്നിട്ട് ആ 2 മന്ത്രിമാർ കൂടി ഇരുന്ന മന്ത്രിസഭയിലാണ് PSC ചെയർമാന്റെയും അതുപോലെ മെമ്പർമാരുടെയും ശമ്പളം ലക്ഷക്കണക്കിന് രൂപയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും അതിനുശേഷം അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, എന്താണ് ഈ സർക്കാരിന്റെ പ്രയോറിറ്റി? ഈ പാവങ്ങളുടെ അവരുടെ സങ്കടം കേൾക്കുക എന്നതാണോ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി? അതോ ഈ 20ഓളം വരുന്ന PSC മെമ്പർമാരുടെ ശമ്പളം ലക്ഷക്കണക്കിനായി ഉയർത്തിയത് എന്ത് കാരണത്തിന് പേരില്ല? മന്ത്രിമാർക്ക് കിട്ടുന്നതിന്റെ 4 ഇരട്ടിയായി ഇപ്പൊ ചെയർമാന്റെ ശമ്പളം. എന്ത് കാര്യത്തിനാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്? 5 പൈസ ഖജനാവിലില്ലാതെ, ജീവനക്കാർക്ക് പണം കൊടുക്കാനില്ലാതെ, സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാനില്ലാതെ, ക്ഷേമ പരിപാടികൾ നടത്താൻ പൈസ ഇല്ലാതെ, പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാതെ, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാതെ, ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോൾ സ്വന്തക്കാർക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന നടപടിയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചത്. പാവങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് നേരം ഉണ്ടായില്ല. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ സമരം ദുരന്തബാധിതർ നടത്തിയതാണ്. ആദ്യമായിട്ടാണ് ഈ സംഭവത്തിന് ശേഷം അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുള്ളത്. തലസ്ഥാനത്തും അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച ഒരു സമരവും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന് 7ാം മാസത്തിലേക്ക് കടക്കാണ് ദുരന്തം ഉണ്ടായിട്ട്. എന്താണ് സർക്കാർ ചെയ്തത്? അവിടെ പരിക്ക് പറ്റിയവർക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല. ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകൾ തന്നെത്താൻ പണം ഉണ്ടാക്കിയാണ് അവിടെ ചികിത്സിക്കുന്നത്. എത്ര കോടി രൂപ സർക്കാരിന്റെ കയ്യിലിരിക്കുന്നുണ്ട്? ഇതുവരെ പുനരധിവാസത്തിന് വേണ്ട സ്ഥലം ഫൈനലൈസ് ചെയ്തിട്ടില്ല. 30 ലക്ഷം രൂപയ്ക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ പോയി ഇല്ലേ? അപ്പൊ കുറയ്ക്കാന്നൊക്കെ പറയാ. 30 ലക്ഷം രൂപയ്ക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വീടുമില്ല. 10 സെന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5 സെന്റായി. എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. സ്ഥലം ഇതുവരെ എടുത്തിട്ട് പോലും ഇല്ല. 7 മാസമായി. ഇത്തരം സ്ലോവായി മന്ദഗതിയിൽ ഇല്ല, അനങ്ങാതെ കിടക്കാണ്. സ്വാഭാവികമായും അവിടെ ഈ ഇരകളായ ആളുകൾ സമരം ചെയ്യും. അവർക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. അവിടുത്തെ MLA കൂടിയായ അഡ്വക്കേറ്റ് സിദ്ദിഖ് MLA-യുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കും. ഞങ്ങൾ ആ സമരത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കും. ഞങ്ങൾ സർക്കാരിന് പിന്തുണ കൊടുത്ത പ്രതിപക്ഷമാണ്. ഉപാധികളില്ലാതെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒരു ഉപാധികളുമില്ലാതെ പൂർണ്ണമായി പിന്തുണ കൊടുത്താണ് ഞങ്ങൾ. ഞങ്ങളുടെ സഹകരണം ഉണ്ട് എല്ലാ കാര്യത്തിലും. ഞങ്ങൾ തന്നെ 100 വീട് ഞങ്ങളുടെ, 100 വീട് മുസ്ലിം ലീഗിന്റെ, 100 വീട് കർണാടക ഗവൺമെന്റിന്റെ, 30 വീട് യൂത്ത് കോൺഗ്രസിന്റെ. ഇതൊന്നും പണിയാൻ പറ്റുന്നില്ലല്ലോ. സ്ഥലം പോലും ഇല്ല. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പണം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീട് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ ആദ്യം 10 ലക്ഷം രൂപയാണ് വീടിന് പറഞ്ഞത്.
പിന്നെ 15 ലക്ഷം രൂപ പറഞ്ഞു, അപ്പോഴും പറഞ്ഞു കൊടുക്കാമെന്ന്. ഇപ്പം 30 ലക്ഷം രൂപയ്ക്ക് ഇപ്പം പലരും പിന്മാറി, അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് പേര് പിന്മാറി. ഇവർ 4 മന്ത്രിമാരുണ്ട് ഇതിന് ചുമതലയുള്ളവർ. ആ 4 മന്ത്രിമാർ ഒരുമിച്ചൊരു യോഗം പോലും ചേർന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ദുരന്തബാധിതരോട് പൂർണ്ണമായ അവഗണന. ആദ്യം കുറേ ആരംഭശൂരത്വം കാണിച്ചു, കുറേ ബഹളം. പ്രധാനമന്ത്രി വന്നു പോയതോടുകൂടി ഇറങ്ങി. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ അതിനേക്കാൾ കഷ്ടം. ഇവിടെ ഉള്ള പൈസ പോലും ചെലവാക്കുന്നില്ല, അവർ പണവും തരുന്നില്ല. 2 ഗവൺമെൻറ്റുകൾ കൂടി അവിടുത്തെ പാവങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. ഇതിനെതിരെയാണ് സമരം. നോ കമൻസ്. ഞാൻ നോ കമൻസ്.